പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധാകര മാഷ് വിക്രത്തിനോട് പറയുന്നുണ്ട്, ഈ വീട് വിറ്റിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഈ വീട് അയാളുടെ പേരിൽ എഴുതി കൊടുത്തിട്ടാണെങ്കിലും എന്റെ മോനെ പുറത്തിറക്കണം. ഒരു നിമിഷം പോലും എന്റെ മോൻ ജയിലിൽ കിടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. വിക്രം പറഞ്ഞിട്ട് 10 ലക്ഷം രൂപയ്ക്ക് ഒരു നിമിഷം കൊണ്ട് എനിക്ക് കൊടുക്കാൻ കഴിയും. പക്ഷേ ഇപ്പൊ അയാൾക്ക് വേണ്ടത് 10 ലക്ഷം രൂപയൊന്നും അല്ലല്ലോ. അന്നേരം മാഷ് പറഞ്ഞിട്ട് അത്രമാത്രം അവന് പ്രതികാരം പകയുണ്ടെങ്കിൽ തന്നെ അതിന് കാരണക്കാരൻ നീയാണെന്നൊക്കെ പറഞ്ഞ് വിക്രത്തിനെ കുറ്റപ്പെടുത്തും. ഏതായാലും നിന്നോടുള്ള പക എന്തിനാണ് എന്റെ മറ്റു മക്കളോട് തീർക്കുന്നത്? നീയായിട്ടുണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ നീയായിട്ട് തന്നെ അവസാനിപ്പിച്ചാൽ മതി എന്നൊക്കെ പറയും. വിക്രം ഏതായാലും മുൻപും മിണ്ടാതെ അകത്തേക്ക് കയറി ചെന്ന് നോക്കുന്ന സമയത്തിന് കമലമ്മ ആകെ സങ്കടപ്പെട്ടിരിക്കുമായിരിക്കും. കമലമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ വിക്രം പറയുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും വിഷയട്ടെ ഞാൻ പുറത്തിറക്കിയിരിക്കും അമ്മേ. അമ്മ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് കമലമ്മയെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് വിക്രം. പിന്നീട് കാണിക്കുന്നത് വേദ വീണ്ടും ശ്രീകാന്തിനെ കാണാൻ വേണ്ടി ചെന്നിരിക്കുകയാണ്. ശ്രീകാന്ത് ചോദിക്കുന്നത്, ആഹാ എന്നെ വിളിച്ചിട്ട് പോയതാണല്ലോ, പിന്നെ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാ? വെല്ലുവിളിക്കാനാണോ അതോ അപേക്ഷയായിട്ടാണോ എന്ന് ചോദിക്കാനേ. വേദ പറഞ്ഞൊരു ശ്രീയേട്ടാ, ഇതിപ്പോ ഞാനും നിങ്ങളും തമ്മിലാണ് പ്രശ്നം. അതിന് വെറുതെ എന്തിനാ വിക്രമിന്റെ വീട്ടുകാരെ ഇതിലേക്ക് വലിച്ചിടുന്നത്? അന്നേരം ശ്രീകാന്ത് പറഞ്ഞിട്ട്, ഓഹോ അപേക്ഷയായിട്ട് വന്നതാണല്ലേ, ഈ സ്വരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവും നീ അപേക്ഷയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന്. ഇനി നീ അടുത്തതായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് കരഞ്ഞ് എന്റെ കാല് പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. വരണം, നീ അങ്ങനെ തന്നെ വരണം എന്നിങ്ങനെ ശ്രീകാന്ത് സംസാരിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, അങ്ങനെ കരഞ്ഞ് കാല് പിടിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല ഞാന്, പക്ഷേ ഒരു തവണ കൂടെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ വന്നതാണ് എന്ന് പറയും. ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്നെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ചെയ്യാൻ വിചാരിച്ചത് ഞാൻ ഏതായാലും ചെയ്യും. നീ ഇപ്പൊ വലിയ ആളാണല്ലോ, നിനക്ക് പറ്റുമെങ്കിൽ സത്യങ്ങളൊക്കെ നീ കോടതിയിൽ തെളിയിക്ക്. അന്നേരം വേദ പറഞ്ഞിട്ട്, വിഷയത്തിന് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണെന്ന് പറയുന്ന സമയത്തിന് ശ്രീകാന്ത് പറഞ്ഞിട്ട്, ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ നീ അത് കോടതിയിൽ തെളിയിച്ചോ, അതിലുള്ള തെളിവുകളൊക്കെ നീ കളക്ട് ചെയ്ത് ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് വീണ്ടും വേദയെ വെല്ലുവിളിക്കുകയാണ്. വേദ പറഞ്ഞിട്ട്, ആയിക്കോട്ടെ തെളിവുകൾ ഉണ്ടാക്കാനാണെങ്കിൽ എല്ലാ തെളിവുകളും ഞാൻ ഉണ്ടാക്കും മിസ്റ്റർ ശ്രീകാന്ത് എന്ന് പറയാണ്. അപ്പൊ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഓഹോ ഇപ്പോ ഏട്ടനെ കയറിയിട്ട് പേര് വിളിക്കാനൊക്കെ തുടങ്ങിയോ എന്ന് ചോദിക്കും. വേദ പറഞ്ഞിട്ട്, പേര് വിളിക്കാണെങ്കിൽ വിളിക്കല്ലേ നിവൃത്തിയുള്ളൂ, മറ്റു വഴിയൊന്നും ഇല്ലല്ലോ. ഏതായാലും നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും വേദ അവിടെ നിന്നും എഴുന്നേൽക്കുന്നത്. ആ സമയത്തിന് ശ്രീകാന്ത് വീണ്ടും പറഞ്ഞിട്ട്, നിനക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ അത് കോടതിയിൽ തെളിയിക്ക്, എന്നിട്ട് നീ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറയുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, വരും, കോടതിയിൽ നിന്ന് ഈ കേസ് വാദിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലൊരു കൂടിക്കാഴ്ച ഉണ്ടാവും. അങ്ങനെ ശ്രീകാന്തിനെ വെല്ലുവിളിച്ചതിന് ശേഷമായിരിക്കും വേദ അവിടെ നിന്നും പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് വിഷുവിനെ കാണാൻ വേണ്ടിയിട്ട് വിക്രമും ജോസഫും കൂടി ജയിലിനുള്ളിലേക്ക് ചെന്നിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തോ വിക്രം? ഇപ്പൊ തന്നെ എനിക്കാകെ ശ്വാസം മുട്ടുന്നു. ഇനിയും ഞാൻ കുറച്ച് ദിവസം കൂടി ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്റെ ജീവൻ തന്നെ പോകുമെന്നൊക്കെ പറയും. വിക്രം പറഞ്ഞിട്ട്, വിഷുട്ടൻ വെറുതെ അതൊന്നും ചിന്തിച്ചിട്ട് വിഷമിക്കണ്ട എന്ന് പറയുന്ന സമയത്തിന് വിഷുൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കും. അപ്പോൾ വിക്രം പറഞ്ഞിട്ട്, അവരുടെ ഭാഗത്തു നിന്നുള്ള തെളിവുകളൊക്കെ വളരെ ശക്തമാണ്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വിഷുട്ടന് ശരിക്കും പറയുന്ന സമയത്തിന് വിശ്വം പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. ആ ബാഗിൽ ശരിക്കും പൈസ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വിഷുട്ടന് ഉറപ്പാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിശ്വൻ പറഞ്ഞിട്ട്, അതേ ബാഗിലുണ്ട്. ആ പൈസ എല്ലാം തന്നെ എന്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് അവർ എണ്ണിയത്. ആ ബാഗ് വിഷുട്ടൻ എവിടെയെങ്കിലും വെക്കേ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്തിന്റെ ബാഗിന്റെ മുന്നിൽ വെച്ചുണ്ടായ ആ സംഭവങ്ങളെല്ലാം തന്നെ വിശ്വൻ ഇങ്ങനെ വിക്രത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാലും ആ ബാഗ് എന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ വിശ്വം പറയുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട്, ഓഹോ അപ്പോൾ ഇത് പണി തന്നത് തന്നെയാണല്ലേ ജോസഫേ? ആ ബാഗ് മാറ്റിയത് തന്നെയാണ് വിക്രം എന്ന് പറയുന്ന സമയത്തിന് അവരവിടെ നിന്നും പോവുകയാണ്. ഇത് ചതി തന്നെയാണ്, ആ ചതി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കട്ടെ അവിടെ നിന്നും പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് ദീപ്തിയും പത്മം കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നതും കണ്ടുകൊണ്ട് തന്നെ നന്ദിനി ഓടി ചെന്നിട്ട് പറഞ്ഞിട്ട്, ദേ കണ്ടില്ലേ വേദയുടെ അമ്മയും അവളുടെ അനിയത്തിയും വന്നിട്ടുണ്ട്, ഇനി പറയാനുള്ളതൊക്കെ പറഞ്ഞോ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും നന്ദിനി പുറത്തേക്ക് വരുന്നത്. അവരെ കാണുന്ന സമയത്തിന് നന്ദിനി പറയുന്നത്, ആഹാ ഇത് അവർക്ക് ആരൊക്കെയാ വന്നിരിക്കുന്നത്, വായോ വായോ. അവരോട് ഇങ്ങനെ കളിയാക്കുന്നത് പോലെ ആയിരിക്കും സംസാരിക്കുന്നത്. ദേ വന്നിരിക്ക്, അമ്മ നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കാനായിരിക്കായിരുന്നു, അമ്മേ ഇനി പറയാനുള്ളതൊക്കെ പറഞ്ഞോ അമ്മേ എന്നൊക്കെ പറയാണ് നന്ദിനി. പത്മം പറഞ്ഞിട്ട്, നിങ്ങളുടെ വിഷമമെല്ലാം തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കമലാമ്മേ, പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല എന്ന് പത്മം പറയുന്ന സമയത്തിന് നന്ദിനി ചോദിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊന്നും പങ്കില്ല എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ആ ഞാൻ വേണമെങ്കിൽ അത് വിശ്വസിക്കാം, പക്ഷേ മറ്റെല്ലാവരും ഇത് വിശ്വസിക്കണമെന്നില്ല എന്ന് പറയും. അന്നേരം ദീപ്തി പറഞ്ഞിട്ട്, അല്ലെങ്കിലും ഞങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല എന്ന് പറയുന്ന സമയത്തിന് നന്ദിനി പറഞ്ഞിട്ട്, ആ കുട്ടിക്ക് അങ്ങനെയൊക്കെ പറയാം. കമലമ്മ പറഞ്ഞിട്ട്, എന്റെ മോൻ ഏതായാലും ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ എന്റെ മോൻ തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകനോട് ആ ഒരു കേസ് പിൻവലിക്കാൻ പറയണം. അങ്ങനെ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരേണ്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സ്നേഹത്തോടു കൂടെ അംഗീകരിച്ചേനെ എന്നൊക്കെ പറയും. നന്ദിനി വീണ്ടും പറഞ്ഞിട്ട്, ഏതായാലും ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചില്ലേ, എന്നിട്ടാണല്ലോ ഈ വരവ് എന്നൊക്കെ പറഞ്ഞ് നന്ദിനി കുറ്റപ്പെടുത്തും. ഏതായാലും നിങ്ങളുടെ തൊലിക്കട്ടി കൊള്ളാമെന്ന രീതിയിലൊക്കെ മോശം രീതിയിലായിരിക്കട്ടെ നന്ദിനി സംസാരിക്കുന്നത്. ആ സമയത്ത് ശ്രീജ പറയുന്നുണ്ട്, എന്റെ വിഷയത്തിന് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, അത് നിങ്ങൾക്കും നല്ല രീതിയിൽ ഉറപ്പുണ്ട്, എന്നിട്ടും ഈ രീതിയിൽ എന്റെ വിഷയത്തിന് നിങ്ങൾ കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയും.
അന്നേരം ദീപ്തി പറഞ്ഞിട്ട് എന്റെ ഏട്ടൻ പറയുന്നത് ഇവിടുത്തെ വിഷൻ 10 ലക്ഷം രൂപ മോഷ്ടിച്ചിട്ടുണ്ട് എന്നാണ്. നിങ്ങൾ ഇതേ പറയുന്നു മോഷ്ടിച്ചിട്ടില്ല എന്ന്. ഇതിപ്പോ ഞങ്ങൾ ഏതാ വിശ്വസിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ പത്മം പറഞ്ഞിട്ട് ദീപ്തി നീ ഒന്നും മിണ്ടാതിരിക്ക്. ശ്രീജ പറഞ്ഞിട്ട് വിശ്വേട്ടൻ ഒരിക്കലും ആ പണം മോഷ്ടിച്ചിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും നന്നായിട്ട് അറിയാം. വെറുതെ വിക്രത്തിനോടുള്ള പക കാരണം എന്റെ വിശ്വേട്ടനെ കരുവാക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും. പത്മം പറയുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയും സങ്കടമെല്ലാം തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല. കമലമ്മ പറയുന്നത് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചില്ലേ? വേദയുടെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തില്ലേ? എന്നിട്ടിപ്പോ നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം ദീപ്തി പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് തൃപ്തിയായല്ലോ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പോരണ്ടാന്ന്, വാ ഇനി നമുക്ക് പോവാമെന്നൊക്കെ പറയും. നമ്മളോട് ഇവിടെ നിന്ന് പോയിക്കോളാൻ തന്നെയാണ് അവര് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പോവാൻ നിൽക്കുകയാണ്. ആ സമയത്തിന് ശ്രീജ പുറകിൽ നിന്നും വിളിച്ചിട്ട് പറയുന്നൊരു നിക്ക്, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. വിശ്വേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് പോലെ ഇവിടെ ഒരാളും കൂടെ വിശ്വസിക്കുന്നുണ്ട്, വേദ. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ഞങ്ങൾ ഈ വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടി അനുവദിച്ചത്. പക്ഷെ ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ വീടിന്റെ പടി പോലും നിങ്ങൾ ഞങ്ങളെ ചവിട്ടാൻ സമ്മതിക്കുമായിരുന്നോ? വേദ ഏതായാലും ഈ കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട് ശ്രീജ. പത്മത്തിനാണെങ്കിൽ ഇവരെങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ വളരെയധികം വിഷമത്തോടു കൂടെ അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ്. നന്ദിനിക്ക് ഭയങ്കര ദേഷ്യം വരട്ടോ. വേദ എന്തൊക്കെ ചെയ്താലും അവൾക്ക് തന്നെയാണ് മൈലേജ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഭയങ്കര കുശുമ്പൊക്കെ തോന്നിപ്പോവാണ് നന്ദിനിക്ക് വേദയോട്. പിന്നീട് കാണിക്കുന്നത് വിഷുവിന്റെ കയ്യിൽ നിന്ന് പണം മോഷ്ടിച്ച ആളെ കൈയോടങ്ങനെ പൊക്കിക്കൊണ്ടുവരാണ് ജോസഫ്. എന്നിട്ട് വിക്രത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് തന്നെ പറയുന്നത്, ദേ ഇവനാണ് പെട്ടെന്ന് അസുഖം അഭിനയിച്ച് അവിടെ കടന്നത്. ഷാജി, നീ ശരിക്കും ആർക്കിട്ടാണ് പണിതെന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കാനേ. അന്നേരം അയാൾ ഒന്നും മിണ്ടാതെ അങ്ങനെ തല കുനിച്ച് നിൽക്കുന്ന സമയത്തിന് വിക്രം ചോദിക്കുന്നത്, ആര് പറഞ്ഞിട്ടാണ് നീ ഇങ്ങനെ ചെയ്തത്? അന്നേരം അയാൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്തിനെ പറഞ്ഞിട്ട്, അനിയൻകുട്ട നീ ആ സാധനങ്ങൾ എടുക്ക്, ഇയാളെ നേരെ ചൊവ്വേ ഒന്നും പറയുമെന്ന് തോന്നുന്നില്ല എന്ന് പറയും. അനിയൻകുട്ടനാണെങ്കിൽ ഒരു ഇരുമ്പിന്റെ ദണ്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം ദേഷ്യം വന്നിട്ട് അയാളെങ്ങ് ചവിട്ടി താഴെയിടും. എന്നിട്ട് ആ ഇരുമ്പിന്റെ ദണ്ടോട് ഇങ്ങനെ അടിക്കാൻ കഴിയുമെന്ന സമയത്തന്നെ അയാൾ പറഞ്ഞിട്ട്, അയ്യോ വേണ്ട വിക്രം, വേണ്ട വിക്രം, ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞ് അയാൾ സത്യം പറയാൻ തുടങ്ങും. വിഷൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കമ്പനിയിലെ മാനേജർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ കൊട്ടേഷൻ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറയും. എന്നിട്ട് ആ പണം നീ എന്ത് ചെയ്തോ എന്ന് ചോദിക്കുന്ന സമയത്തന്നെ ആ ബാഗിൽ പണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ആ ബാഗ് എന്നോട് ഒരാളെ ഏൽപ്പിക്കാൻ പറഞ്ഞു, ഞാനത് അതുപോലെ തന്നെ ഏൽപ്പിച്ചു എന്ന് പറയും. വണ്ടിയുമായിട്ട് അയാൾ വന്നു. എന്നിട്ട് ആ ബാഗ് അയാളെ കയ്യിൽ കൊടുത്തപ്പോഴേക്കും അയാൾ അത് കൊണ്ടുപോവുകയും ചെയ്തു. എനിക്ക് അയാൾ തരാനുള്ള പണവും തന്നു എന്നൊക്കെ പറയും. അപ്പോൾ അയാൾ ആരാണെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന്റെ ആളാരാണെന്നൊന്നും എനിക്കറിയില്ല. അന്നേരം വിക്രം തന്റെ ഫോൺ എടുത്തിട്ട് ശ്രീകാന്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇയാളാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അതേന്ന് പറയൂ. പിന്നീട് കാണിക്കുന്നത് വിക്രം എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് വേദ അവിടെ വന്നിരിക്കും. വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ വന്നിരിക്കുന്നത്? വേറെ എവിടെയെങ്കിലും പോയിരിക്കും, മനുഷ്യൻ ഇവിടെ സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കാൻ പോലും സമ്മതിക്കില്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരം പിന്നെ എനിക്ക് പറയാനുള്ളത് ഇയാളോടല്ലാതെ പിന്നെ ആരോട് പറയാനാണെന്ന് ചോദിക്കും. അമ്മയും ദീപ്തിയും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്തിന് അതിന് എന്ന് പറയും. അപ്പോൾ അമ്മയും ദീപ്തിയും കുറച്ച് മോശമായിട്ടാണ് അവരോട് സംസാരിച്ചത് എന്ന് പറയും. സാധാരണ രീതിയിൽ നന്ദിനി എടുത്ത് എന്തെങ്കിലും പറയുന്ന സമയത്തിന് അമ്മ തടയുന്നതാണ്. പക്ഷേ ഇത്തവണ അതും ഉണ്ടായില്ല. പിന്നെ അവരുടെ മൂത്ത മോനാണ് തെറ്റൊന്നും ചെയ്യാതെ തന്നെ ശിക്ഷ അനുഭവിച്ച് അവിടെ കിടക്കുന്നത്. പിന്നെ അവർ വന്ന സമയത്തിന് അവരോട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കണമായിരുന്നോ? അപ്പൊ വേദ പറഞ്ഞിട്ട് അതിന് അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്ന സമയത്തിന് വിക്രം ചോദിക്കുന്നുണ്ട്, ആണല്ലേ, അപ്പൊ ഞാനല്ലേ നിന്നോട് തെറ്റ് ചെയ്തത്? അങ്ങനെയാകുമ്പോൾ നിന്റെ വീട്ടുകാരെല്ലാവരും എന്നോടല്ലേ പ്രതികാരം ചെയ്യേണ്ടത്? എന്നിട്ടിപ്പോ നിന്റെ വീട്ടുകാർ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്റെ വീട്ടുകാരല്ലേ അനാവശ്യമായിട്ട് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ വേദ പറഞ്ഞിട്ട്, ശരിയാണ്, ഈ ചോദ്യം തന്നെ ഞാൻ ശ്രീയേട്ടനോട് ചോദിച്ചതാന്ന് പറയുന്ന സമയത്തിന് എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കാണ് വിക്രം. ശ്രീയേട്ടന് പറയാനുള്ളതൊക്കെ ശ്രീയേട്ടൻ പറഞ്ഞു, ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് വേദ. എന്നിട്ട് നാളെ കോടതിയിൽ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് വക്കീലിനെ ഏൽപ്പിച്ചോ എന്ന് ചോദിക്കാണ് വേദ. അപ്പോൾ ഇല്ല, ഞാൻ ഏൽപ്പിച്ചിട്ടൊന്നും ഇല്ല എന്ന് പറയും. എന്തേ ഏൽപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇല്ല, ഏൽപ്പിച്ചിട്ടില്ല. അത് ശരി, അപ്പോൾ വിഷയത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം പോലും നിങ്ങൾ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് അതൊക്കെ ഞാൻ നാളെ രാവിലെ ഏൽപ്പിച്ചോളാമെന്ന് പറയും. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, പിന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു വക്കീലിനെ കേസ് ഏൽപ്പിക്കാൻ പറ്റുമോ? കേസ് പഠിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് കുറച്ചൊക്കെ സമയം വേണ്ടേന്നൊക്കെ ചോദിക്കും. വെറുതെ ഒരു വക്കീലിനെ ഓടിച്ചെന്നിട്ട് അങ്ങനെ കേസ് ഏൽപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, തെളിവുകൾ അവരെ ഏൽപ്പിക്കണം. വിഷയേട്ടൻ നിരപരാധിയാണെന്ന് എന്തെങ്കിലുമൊക്കെ തെളിവുകൾ വേണ്ടേ? എന്നിട്ട് തെളിവുകൾ കിട്ടിയോ എന്ന് ചോദിക്കുന്ന സമയത്തിന് കിട്ടിയെന്ന് പറയും. എന്ത് കിട്ടിയെന്ന് വേദ ചോദിക്കുന്ന സമയത്തിന് പണം മോഷ്ടിച്ച ആളെ കിട്ടിയെന്ന് പറയും. അതെ, ആളെ കിട്ടി. അത് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത് വിഷയേട്ടൻ ജോലി ചെയ്യുന്ന ആ ഒരു ബാങ്കിലെ മാനേജർ തന്നെയാണ്. എന്നിട്ട് എന്ന് ചോദിക്കുന്ന സമയത്തിന് അയാളെ ഞങ്ങൾ പിടിച്ചിട്ട് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. അയാളാണ് പണം മോഷ്ടിച്ചത്. എന്നിട്ട് അത് ശ്രീകാന്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നൊക്കെ പറയും. അപ്പൊ വേദ പറഞ്ഞിട്ട്, ആണോ, അങ്ങനെയാണോ? എങ്കിൽ പിന്നെ വക്കീലിനെ അന്വേഷിച്ചുകൊണ്ടതിനെ കാലത്ത് വിക്രം എവിടെയും പോകണ്ട, വക്കീല് ഹാജരാവുമെന്ന് പറയുന്ന സമയത്തിന് ഏത് വക്കീലെന്ന് ചോദിക്കാണ് വിക്രം.
അഡ്വക്കേറ്റ് വേദ ശക്രനാരായണൻ അല്ലാതെ ആരാന്ന് ചോദിക്കുന്ന സമയത്തിന് ഒരു ഞെട്ടലോട് കൂടെ നീയോ എന്ന് ചോദിക്കാണ് വിക്രം. വേദ ചോദിക്കുന്നത് അതെന്താ, ഞാൻ ഹാജരായാൽ ശരിയാവില്ലേ? ഞാൻ ഈ കാര്യം എന്റെ സീനിയറിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഈ കേസ് കേട്ടതിന് ശേഷം ഞാൻ തന്നെ വാദിച്ചാൽ മതിയെന്ന്. പിന്നെ ഈ ഒരു കേസിൽ ഞാൻ തന്നെ ഹാജരായാൽ മതിയെന്ന് എനിക്കും തോന്നി. കാരണം ശ്രീയേട്ടനുമായിട്ടുള്ള യുദ്ധല്ലേ, അതുകൊണ്ട് എന്തുകൊണ്ട് ഞാനായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. എന്താ എന്നെ വിശ്വാസമല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഒരു മടിയോടുകൂടെ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ സമയത്തിന് വേദ പറയുന്നുണ്ട് ഏതായാലും നാളെ കോടതിയിൽ ഞാൻ തന്നെ ഹാജരായിക്കോളാം. ഇനി എന്തൊക്കെ തന്നെ ചെയ്തിട്ടാണെങ്കിലും വിശ്വേട്ടന്റെ ഈ ഒരു കേസ് നമ്മൾ തന്നെ ജയിക്കും. പിന്നെ നാളെ ആ സാക്ഷിയെ കൂടെ ഹാജരാക്കിക്കുക കേട്ടോ. ഒരു പക്ഷേ ഈ കേസിന് അതും ഗുണം ചെയ്യുമെന്നൊക്കെ പറയാണ് വേദ. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം കോടതി വിളിക്കുന്ന സമയത്തിന് വിക്രത്തിന്റെ കൂടെ ആയിരിക്കട്ടെ വേദ കോടതിയിലേക്ക് വരുന്നത്. എന്നാൽ നേരത്തെ തന്നെ ശ്രീജയെടുത്തി അവിടെ എത്തിയിട്ടുണ്ടാവും. വേദ വന്നിട്ട് ശ്രീജയോട് പറഞ്ഞിട്ട് ശ്രീജയെടുത്തി വിഷമിക്കൊന്നും വേണ്ട. ഈ കോടതിയിൽ ഹാജരാവുന്നത്, വക്കീലായിട്ട് ഹാജരാവുന്നത് ഞാൻ തന്നെയാണ്. വിശ്വേട്ടനെ ഉറപ്പായിട്ടും ഞാൻ പുറത്തിറക്കിയിരിക്കും. എന്നെ വിശ്വാസമല്ലേ ശ്രീജയെടുത്തിക്ക്? ശ്രീജ പറഞ്ഞിട്ട് വേദ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് വിജയം കാണുമെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ എന്തിനാ ഈ കാര്യത്തിൽ വേദയെ അവിശ്വസിക്കുന്നത് എന്നൊക്കെ പറയും. വിക്രമും ശ്രീജനെ അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ശ്രീജയെടുത്തി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, വിശ്വത്തിനെ എന്തായാലും വേദ പുറത്തിറക്കിയിരിക്കുമെന്നൊക്കെ പറയും. അങ്ങനെ വേദ പറഞ്ഞിട്ട് വിക്രം എനിക്ക് ആ സാക്ഷിയൊന്ന് കാണാം, നമുക്കൊന്ന് പോയി കാണാമെന്നൊക്കെ പറഞ്ഞ് പോവാൻ നിൽക്കുന്ന സമയത്തിന് ശ്രീജ പുറകിൽ നിന്നും വിളിച്ചുകൊണ്ടതിന് വേദയോട് പറയുന്നുണ്ട് വേദ എനിക്കൊരു സംശയം, ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഒരു കേസിങ്ങനെ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് വാദിക്കാനൊക്കെ വേദക്ക് പറ്റുമെന്ന് ചോദിക്കാനേ. വേദ പറഞ്ഞത് ഈ കാര്യം ഞാൻ എൻ്റെ സീനിയറിനോടാണ് പറഞ്ഞത്. പക്ഷേ കേസിന്റെ കാര്യം കേട്ടപ്പോൾ അദ്ദേഹം എന്നോട് ഇത് നേരിട്ട് ഹാജരാവാൻ പറഞ്ഞു. ഇതൊരിക്കലും വിശ്വേട്ടനും ശ്രീയേട്ടനും തമ്മിലുള്ള യുദ്ധമൊന്നുമല്ല, ഞാനും എൻ്റെ ശ്രീയേട്ടനും തമ്മിലുള്ള യുദ്ധമാണ്. അപ്പൊ പിന്നെ ഈ കേസ് ഏറ്റെടുക്കേണ്ടത് ഞാനാണ്. ഞാൻ ഏതായാലും വിശ്വേട്ടനെ ഈ കേസിൽ നിന്ന് മോചിപ്പിച്ചിരിക്കും. ശ്രീജേട്ടത്തി നോക്കിക്കോ, വിശ്വേട്ടനെ ഞാൻ രക്ഷിച്ചിരിക്കും. ഒന്നുകൊണ്ടും ശ്രീജേട്ടത്തി ടെൻഷൻ ആവണ്ട, ഒന്നുകൊണ്ടും ശ്രീജേട്ടത്തി വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിനെ വേദ ഇങ്ങനെ ശ്രീജയെ ആശ്വസിപ്പിക്കും. അങ്ങനെ വേദ വീണ്ടും വിക്രത്തിനെ കൂട്ടിക്കൊണ്ട് ആ ഒരു സാക്ഷിനെ കാണാൻ പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇത് കഴിഞ്ഞുള്ള എപ്പിസോഡ് ഞാൻ ഓൾറെഡി ഈ വീഡിയോയുടെ തൊട്ട് മുൻപായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.